ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 50 ആളുകൾ 30 ദിവസം കൊണ്ട് 40 കുഴി എടുക്കുമെങ്കിൽ 25 ആളുകൾ എത്ര ദിവസം കൊണ്ട് 20 കുഴി എടുക്കും? ഇതിലെ ആദ്യത്തെ പോയിന്റ് 50 ആളുകൾ, അത് നമുക്ക് മെന്നെന്ന് കൊടുക്കാം. M1 50 എന്ന് കൊടുക്കാം. ഇനി ദിവസം തന്നിട്ടുണ്ട്, അത് നമുക്ക് D വെച്ച് മാർക്ക് ചെയ്യാൻ D1 30 എന്ന് കൊടുക്കാം. ഇനി അവർ ചെയ്യുന്ന വർക്ക് നമുക്ക് W വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം. അപ്പം W1 = 40. ഇനി അടുത്ത ഒരു സെറ്റ് ആളുകൾ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അതായത് നമുക്ക് M2 എന്ന് എടുക്കാം. അത് 25 എന്ന് കിട്ടും. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് അവരെടുക്കുന്ന കുഴികളുടെ എണ്ണം, അതായത് സെക്കൻഡ് വർക്ക് W2 = 20 എന്ന് കിട്ടും. D2 ദിവസമാണ് കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് നമ്മൾ അതിന് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. ഇക്വേഷൻ നമുക്കത് ഇങ്ങനെ എഴുതാം. M1 D1 ഡിവൈഡഡ് ബൈ W1 = M2 D2 ഡിവൈഡഡ് ബൈ W2. ഇനി നമുക്ക് ഓരോന്നിനും അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. M1 50 ആണ്, 50 × 30 ഡിവൈഡഡ് ബൈ 40. M2 25 × D2 നമുക്കറിയത്തില്ല, D2 എന്ന് തന്നെ എഴുതാം. ഡിവൈഡഡ് ബൈ W2 എത്ര? 20 എന്ന് എഴുതാം. D2ന് വരെ നമുക്ക് X എന്ന് മാർക്ക് ചെയ്താലും മതി കേട്ടോ. ഇനി നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം. ഇനി നമുക്ക് ആ 50യും 30യും കൂടി ഇൻറ്റു ചെയ്യുമ്പം 1500 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 40. പിന്നെ അടുത്ത സൈഡ് അതേപോലെ എഴുതി വെച്ചു. ഇതെല്ലാം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ക്യാൻസൽ ചെയ്യുന്ന രീതിയിലും ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഇൻറ്റു ചെയ്ത് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുവാണ്. അതായത് 1500 × 20 ചെയ്തു. അതേപോലെ തന്നെ 40നെ 25 × D2 കൊണ്ടും ചെയ്തു. ഇനി ഓരോന്നും നമ്മൾ ഇൻറ്റു ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു രീതി കിട്ടും. ഇനി D2 എന്ന് പറയുന്നത് എത്ര കിട്ടും? 30,000 ഡിവൈഡഡ് ബൈ 1000. ഇനി നമുക്ക് ആ ഒരു പൂജ്യങ്ങളെല്ലാം ക്യാൻസൽ ചെയ്ത് കളയാം. 3 പൂജ്യം നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ എത്ര കിട്ടും? D2 എന്നുള്ളത് 30 എന്നുള്ള ആൻസർ കിട്ടും. അതായത് 30 ദിവസം കൊണ്ടാണ് അവർ 20 കുഴി എടുക്കുന്നത്. അപ്പം C ആണ് ആൻസർ 30.